ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ആ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഏട്ടന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര പനിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു പനി വന്നു. അങ്ങനെ അപ്പോൾ ആളും മക്കളും കൂടി ഇങ്ങനെ ബെഡിൽ എഴുന്നേറ്റ് കിടക്കുകയായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പല്ലൊക്കെ കഴിച്ച് തേച്ച് വന്നിട്ട് ഭക്ഷണം പലഹാരമില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് മാത്രം വെച്ചു. അപ്പോൾ ചോറ് തന്നെയായിരുന്നു കഴിക്കുന്നത്. ചോറും മുട്ട പൊട്ടിച്ചൊഴിച്ച കറിയാണേ, അതും കഴിക്കുമായിരുന്നു. അത് എൻ്റെ ചോറും കറിയും പണി കഴിഞ്ഞു. അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടി കളിക്കാനിരുന്നു. ക്യാരം ബോർഡ് കളിക്കാനായിരുന്നു. മോള് ടി വി കാണായിരുന്നു. അപ്പം ഞാനും കുട്ടിയും ക്യാരംസൊക്കെ കളിച്ചിരുന്നു. ഏട്ടനാണെങ്കിൽ പെൻസിറ്റ് ഏട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. ഏട്ടൻ റൂമിൽ കിടക്കണ്ട കേട്ടോ. ഞാനും മക്കളത് കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊരു വൈകുന്നേരത്തെ ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വൈകുന്നേരം ഇതുപോലെ ചോറൊക്കെ വെക്കണ്ട, വൈകുന്നേരമല്ല ഉച്ച സമയത്ത് ഈ ചോറും കറിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരത്തുള്ള ചോറുണ്ടാക്കി കറി കുറച്ച് ഉച്ചക്കത്തേക്ക് കുറച്ച് ഉണ്ടായ കറിയൊക്കെ ഉപ്പേരി വെച്ച് വൈകിട്ടേക്ക് വേറെ കറിയാണ്ട് വെക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഉപ്പേരി മെഴുക്ക് വരട്ടിയാണേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. കുട്ടികളെ ഞങ്ങൾ വീട്ടിൽ വെച്ചു. രണ്ടാളും വീട്ടിലിരുന്നോളും. ഏട്ടനെ കൊണ്ട് ഇച്ചിരി ചായയൊക്കെ വെച്ച് കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മക്കൾ രണ്ടാളും വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-20 മിനിറ്റ് ദൂരമുണ്ട്. പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റൊക്കെ കൊടുത്തിട്ട് മക്കളെ സെറ്റാക്കിയിട്ട് പോയപ്പോൾ അവിടെ നിന്നാണെങ്കിൽ കുറേ ഫ്ലൂയിഡ് ഒക്കെ കയറ്റാനുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഫ്ലൂയിഡൊക്കെ കയറ്റി കുറച്ച് നേരം കഴിഞ്ഞു വരാൻ വേണ്ടി. പിന്നെ വന്ന് ഭയങ്കര ക്ഷീണവും കിടത്തൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ പണി തുടങ്ങി. കിച്ചണിൽ രാത്രിത്തേക്ക് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പപ്പടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പപ്പടക്കറി ഉണ്ടാക്കിയാലും ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബെഡിൽ ഏട്ടൻ എഴുന്നേറ്റ് പോയപ്പം ബെഡൊക്കെ ഞാനൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പപ്പടക്കറിയും ഉണക്കമീനും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടിയായിരുന്നു ചോറ് കഴിച്ചത്. ഞാൻ കഴിച്ചു. ഏട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരത്തിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കല്യാണം ഉണ്ടായിരുന്നു മാമൻ്റെ മോളുടെ. അപ്പോൾ പിന്നെ ഞങ്ങളതിന് പോയി. ഏട്ടനും വന്നു കേട്ടോ. ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമായതുകൊണ്ട് ഒരുവിധം ഒന്ന് ഫ്ലൂയിഡൊക്കെ കയറ്റിയപ്പം തന്നെ തല പൊന്തിയപ്പോൾ അങ്ങ് വന്നു. അപ്പോൾ കല്യാണത്തിന് ഹൽദിയാണ് കേട്ടോ അന്ന്. നമ്മുടെ പാർട്ടിയില്ല അത്. അപ്പോൾ പിന്നെ ഹൽദീൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഹൽദിയൊക്കെ ആയിരുന്നു. അതിൽ കേക്ക് മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയും. ഇതിപ്പോൾ എല്ലാവരും നടത്തൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേക്കൊക്കെ നമ്മൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം സാധാ ചോറിന് കുറച്ച് കറികളും പിന്നെ നോൺ വെജ് ആയിട്ട് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായത്. കുട്ടികളൊക്കെ നല്ലോണം അടിച്ച് പൊളിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാനും വീട്ടിലുള്ള ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് എടുത്തിടാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി ഇതിപ്പം മഞ്ഞൾ കല്യാണമാണ്. ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് തൊട്ട് കല്യാണമാണ്. കല്യാണത്തിൻ്റെ വീഡിയോസ് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. എൻ്റെ ഇതുപോലെ കാരണം ഏട്ടന് അസുഖം വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ എനിക്ക് ഒരുവിധം നോക്കിയേ വരുമ്പോഴും തന്നെ എനിക്ക് വയ്യാതായിരുന്നു. ഈ വീഡിയോയിൽ എൻ്റെ വോയിസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഭയങ്കര തൊണ്ടയ്ക്കുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഒരുപാട് വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം ഏകദേശം 10-600 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ സബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കുറവാണ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോസും ലോങ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പം കഴിയുന്നവർ എൻ്റെ ചാനൽ കയറി ഇഷ്ടമുള്ളവർ ചാനൽ കയറിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. എഡിറ്റിങ്ങൊക്കെ നന്നായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിലും കൂടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിൽ എന്നെ ഫോളോ ആക്കാൻ മറക്കരുതേ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ കല്യാണത്തിൻ്റെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അധികം നേരം നിന്നില്ല. ഏട്ടനും വയ്യ, എനിക്കും വയ്യാത്തതുകൊണ്ട് വേഗം കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ വന്നു കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.